ഇവിടെ കുഴിയാന പോലും ഉണ്ടാവില്ല. വഴിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടേക്കാണ് കേട്ടോ. ഇതേ കല്ലൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് കല്ലും കൂടെ നടക്കാൻ അത്ര വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ താഴെ അറിയാൻ നടക്കണേ. ആ നടന്ന ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി. കാലിന്റെ നരമ്പിന്റെ സംബന്ധമായ അസുഖമുള്ളവര് ഇങ്ങനത്തെ ഒരു 5-6 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടല്ലേ. ഫുള്ള് കാടുണ്ട് കേട്ടോ. പാമ്പുണ്ട്. ആ എന്താ സൗണ്ട് കേട്ടോ കിടന്ന് പതുങ്ങിയിരിക്കണ്ടാവും. കുറുക്കനാവും ചിലപ്പോൾ. ഞാൻ വിചാരിച്ചു വല്ല അതിരപ്പള്ളി ആ സൈഡിലുള്ള വല്ല കാടെങ്ങാനാണ്. മറ്റേ പുലിമുരുകൻ്റെ അടുത്താണ് കേട്ടോ. സൈമുഖം പോലെ ശരിക്കും കാടന്നെ. ശരിക്കും മഴക്കാലത്തൊക്കെ വരണം. അപ്പം നല്ല അയ്യോ പാട്ടും കച്ചേരിയും വേണം തന്നെയായിരിക്കും ഈ വീടുകളുടെ ഒക്കെ. ക്യാമറ എടുക്കാൻ പറ്റില്ല. ക്യാമറ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദോഷം. കല്ല് വീണ്ടും വന്നിട്ട് കേട്ടാ. പിടിച്ചേ ക്യാമറ കൈ പറഞ്ഞു. അവര് പോകട്ടെ. ഒന്നും കാണാം. ആനയുണ്ടെന്നൊക്കെ പറയണ്ടേ. സമയത്ത് അല്ല ഇവിടുന്ന് നേരെ പ്ലാന്റേഷനിലെ ചെല്ലണേ. പ്ലാന്റേഷൻ നേരെ മറ്റേ പാലം അവിടെ കയറും. സിംപ്ലോയിൽ നമുക്ക് ഓർമ്മയില്ല നമ്മൾ പോയേക്കണേ. വഴിയൊക്കെ എല്ലാ ദിവസം അടിച്ചൊരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ കിടക്കില്ലല്ലോ. അവരൊക്കെ നടക്കണോക്കെ സുഖമായിട്ട് നടക്കണുണ്ടോ? കൈ തോളത്ത് പാറക്കല്ലും കൂടെ ചവിട്ടി നടക്കണ. നന്നായി. ആരണേ നടക്കുമ്പോൾ സ്ലോ ആവണതാ. ഞാൻ നോക്കിയപ്പോൾ അവർക്കൊക്കെ ധൃതിയുണ്ട്, എനിക്ക് ധൃതിയില്ല. ഇതല്ല നല്ല സുഖാട്ടാ. ഇത് ആന മറച്ചിട്ട മരം കേട്ടാ. ആനകൾ രാത്രി സഞ്ചാരമുണ്ട്. കാലത്ത് 8 മണിക്ക് ഇന്ന് ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഓടിപ്പിച്ച് വിട്ടതാണെന്ന് പറഞ്ഞത്. ശരിക്കും കാടാണ്, അല്ലാണ്ട് കാട് പോലെ ആക്കി എടുത്തതാണ്. ഇതല്ല ഓ യെസ്. വേണ്ട ഈ വള്ളി ഇപ്പോൾ ഇടുന്നത് കസേരയുടെ കാല് പോലെ ഇരിക്കുന്നുണ്ട്. ഇതേ എലിഫൻ്റ് വരാൻ ചാൻസ് ഉള്ള രീതിയാണ്.
ദാ. ഇത് കാടിൻ്റെ ശരിക്കും ഉള്ളിലേക്കുള്ള വഴിന് ആ റേഞ്ചറിന് അങ്ങോട്ട് പോകാൻ പാടില്ല. അത് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. റെഡ് ലൈൻ ആ വഴിക്കിന് ആന വന്നു നിന്ന് ആ കാരണം ആ വഴി നിരോധിച്ചേക്കാം. ആന ഉണ്ടെന്നാ പറഞ്ഞ പരിസരത്ത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. വാ. മഞ്ഞിര ആൾക്കാർക്ക് എന്നും ഈ കാട് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ബോറടിയാണ്. കാരണം കാടിൻ്റെ മോൾ വശം കാണിച്ചു കൊടുക്കും. വേണ്ട യൂക്കാലി മരം നോക്ക്. അടിപൊളി തന്നെ യൂക്കാലി. അമ്പലൊന്നുമില്ല. മല എണ്ണാനാണ്. സൗണ്ട് ഉണ്ട്. എനിക്കറിയാം നിങ്ങളിങ്ങോട്ട് നോക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ വേഗം തിരിഞ്ഞത്. നമ്മൾ ശശികളല്ലാന്ന് അറിയണ്ടേ. അവർക്ക് മാത്രം ബുദ്ധിയുള്ളൂ എന്ന് വിചാരിച്ച. നമ്മൾ തൃശ്ശൂരുകാർ ഇതിൽ കടന്ന് ചിന്തിക്കണം. നല്ല ബെസ്റ്റ് കാടാട്ടാ. ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാൻ പറ്റും. കാലത്ത് ആന ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു വഴി അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിലെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ആ വഴി അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. ചുവന്ന ചരട് കെട്ടി അടച്ചിട്ടേക്കാം. പിന്നെ ഈ നേരമായതിൻ്റെ പേരിൽ ചിലപ്പം മൃഗങ്ങൾ ഉൾക്കാടുകളിലേക്ക് കയറിപ്പോയിണ്ടാവും. വേണ്ട സംഭവം ശരിക്കുള്ള കാടാണ് കേട്ടോ. ഭാഗ്യം പോലെ ഇരിക്കും. കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾ പച്ച ചുരിദാർ ഇട്ടിട്ടാണ് വന്നേക്കണം. 9 മിനിറ്റായി. ആർക്ക് നല്ലൊരു ആ ചക്കൻ്റെ കൈമ എവിടെ ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ തേനീച്ച കൂടാവും, ചിലപ്പോൾ ഇലകൾ വീണതാവും. മൃഗങ്ങളൊക്കെ ചായ കുടിക്കാൻ പോയേക്കാന്നുണ്ട്. കാണാനില്ല. അവിടെ ചെല്ലുമ്പോൾ വഴി രണ്ടായിട്ട് പിരിയുന്നില്ല. ഇതേ വഴിയുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷൻ മരൊക്കെ ഉണ്ടോ? അതൊക്കെ ചാടി മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ അതായിരിക്കും. ചാടി ഓടിച്ചൊക്കെ വാ കുറച്ച് പേര് നടന്നിട്ട് വരാം.
ഹലോ, ഇതാരത്? വാ, റിബൺ കെട്ടി മറച്ചിട്ടില്ലാത്ത കാരണം ഈ വഴിക്കൂടെ പോവാം. വാ മാഡം, ഇത്തിരി പേടിയുള്ളൂ, ഇത്തിരി. ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്ര തന്നെയാണ് കേട്ടോ. അട്ടയുണ്ടോ? കിളീന് ഇത്, കിളീന് കിളി. ഇത് വന്നേ കക്ക കക്കാന്നുണ്ട് ഉള്ളിലാണ്ട് കല്ലെടുത്ത് വീക്കണ. ലോക പേടിയാ, വേറെ പേരാ പറഞ്ഞ വായല്ലേ, അത് ലഘൂകരിച്ചിട്ട് ഞാൻ പേടിയാന്നാക്കിയത്. തെങ്ങ കവുങ്ങ അത് ചേച്ചി, ഇതാ ചെരിഞ്ഞ് കിടക്കണത് എന്തുട്ടാ? അത് കവുങ്ങന്ന് പറഞ്ഞിട്ട് അല്ല അറിയില്ലെങ്കിലും ഭയങ്കര ജ്ഞാനിയാ. ചോക്കിനവരൊക്കെ പൊട്ടന്മാരായിട്ട് മാറും. ഇത് തേക്കിട്ടാ, അമ്മൊരു ചെടി ആനങ്ങാണ്ട് നിന്നിട്ടാ വേണ്ട. അമ്മ ചെടി പടർന്ന് നിൽക്കണൊക്കെ നല്ല ഭംഗിയിൽ ഇല വെച്ച് പിടിപ്പിച്ച പോലില്ലേ. ജാതിമരം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാരുടെ തോട്ടണത്? ജാതിമരം. ഇത് വെറുതെ അല്ല തെങ്ങ് കൂടെ ഉണ്ടായത്. വാ, ഇതിലെ വഴിയുണ്ട്. എടി, ഇതിലെ വഴിയുണ്ടെന്ന്. ഇന്ന് ചെയ്തോ, ഒരുപാട് പേടിച്ചിട്ട് അറ്റത്ത് നിൽക്കണണ്ട. നീ ഇങ്ങോട്ട് വന്നേൻ. ലോക പേടിച്ചു പറയാ. ഇങ്ങോട്ട് വാടി. വല്ല വടി എടുത്തിട്ട് ഒറ്റ വീക്കൂട്ടാ. ആ മണ്ടമോ നോക്കുള്ളൂ, അല്ലെങ്കിലോ മണ്ടയിലോ ഒന്നുമില്ല. ഇങ്ങോട്ട് വാടി. ലോക പേടിച്ചു പറയാ. വരണണ്ട. ഡിങ് 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 ഡിങ്. കണ്ടാനേ ഇപ്പോൾ കണ്ടുള്ളൂ. നീ ഇങ്ങോട്ട് മാറി. വഴി അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ അതിൻ്റെ അവിടെ ഇത് കണ്ട കവചം. അത് വഴിയില്ല, അവിടെ അടഞ്ഞു, കാടാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ എർത്ത് കമ്പിയൊക്കെ ഇട്ടുണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടിയ കിടക്കണം. ഇത് ആരുടെയൊക്കെയോ തോട്ടമാണ്, ജാതിത്തോട്ടം.
വേണ്ട. കമ്പിക്ക് ഉണ്ട് ഇവിടെ, പക്ഷേ കമ്പിക്കും പൊട്ടി കിടക്കണ്. ഇതൊക്കെ ആന കുത്തിയേക്കണ മരങ്ങളാ. പുലിമുരുകൻ ഷൂട്ട് ചെയ്ത കാടാണെന്ന് പറയണം. ഇതല്ല, ഇത് എർത്ത് കമ്പി ഇട്ടേക്കണ കമ്പികളാണ്. ആനകൾ അത് എടുത്ത് വലിച്ചെറിഞ്ഞേക്കണതാ. ഇപ്പം എർത്ത് കമ്പിയൊന്നും ഇല്ല. ആനകളുടെ വിരഹ കേന്ദ്രമാട്ടാ ഇത്. തോട്ടമാണ്, എന്നിരുന്നാലും ആൾ സഞ്ചാരമില്ല, നോട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അവിടെ ഒരു ഷീറ്റ് ഇട്ടൊരു സ്ഥലം കാണുന്നുണ്ട്. എടീ അവിടെ എന്താ ഒരു ഷീറ്റ് ഇട്ടത് കാണുന്നുണ്ട്. എർത്ത് കമ്പിയൊക്കെയും പോയിട്ടുണ്ട്, അതൊക്കെയും പൊട്ടിച്ചിട്ടുണ്ട് ആന. പിന്നെ കൂടെ വന്നാണ് ആൾക്ക് ഭയങ്കര ധൈര്യമാണ്. പകുതി വരെ ഇതേണ്ട, ഇതെർത്ത് കമ്പി കാണുന്നില്ലേ, ഇതൊക്കെ പൊട്ടിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ആന ഇതിൽ വരാറുണ്ട്. ഇപ്പോൾ ഉൾക്കാടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതെർത്ത് കമ്പി പോയത്, അതിൻ്റെ കമ്പികളിന് ചുറ്റും പൊട്ടി കിടക്കാം. അപ്പോൾ ഒരു സ്ഥിര റൂട്ടായിരിക്കും ഇത്. ആനപ്പിണ്ടവും കാണുന്നുണ്ട്. ഇത് ശരിക്കും ഫോറസ്റ്റാണ്, ഫോറസ്റ്റ്. ഇതേ എല്ലാവിടെയും കമ്പിയുണ്ട്, കണ്ടാ പൊട്ടി കിടക്കുക. നമുക്ക് ഉള്ളിൽ പോകണോണ്ടല്ല, നമുക്ക് അതിനുള്ള ഇതില്ല. ഇതൊക്കെയും എർത്ത് കമ്പിയിലെ കാലുകളിന് ഒക്കെ ഒടിച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യന്മാരെന്തായാലും ചെയ്യില്ല, ആന തന്നെ ആവുള്ളൂ. കാലത്ത് ആന ഉണ്ടായിരുന്നു പറഞ്ഞട്ടെ. വേണ്ട, ഇതൊക്കെ എർത്ത് കമ്പിയാ, ഇരുമ്പ് കമ്പി. പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ അതൊന്നും കണ്ടില്ല. ഇത് പണ്ട് കാടിൻ്റെ അതിര് തിരിക്കണ കല്ലാണ്, സർവേ കല്ല്. വേണ്ട, ഇതിപ്പോൾ നമ്മളെ വലിയ കാണില്ല എന്ന് വിചാരിക്കും. പച്ച ഡ്രസ്സിൽ ആളവിടെ എത്തി, തീരെ പേടിയില്ല. അറ്റത്ത് പോയി നിൽക്കുന്നുണ്ട് മൈന. മൈനേ, ആള് ഇത്തിരി പേടിയുള്ള കൂട്ടത്തില്ല. ഇത്തിരി എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടെന്ന് തന്നെ പറയാം. വേണ്ട, സംഭവം നമ്മൾ പോയ വഴി ഇത്തിരി റിസ്ക്കാണ്. എല്ലാവരുടെയും കമ്പികളുണ്ട, ഇത് പൊട്ടി കിടക്കണതാണ്. പുതിയ കമ്പിയാണ്, അധികം പഴക്കമില്ലാത്ത കമ്പിയാണ് ഇത്. കണ്ടിട്ട് തോന്നണില്ലേ പുതിയ കമ്പിയാന്ന്? അധികം പഴക്കില്ല. ഒക്കെയും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും കമ്പിയില്ല. കമ്പി ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്.
ആനലുട്ടാപ്പി തന്നെ വേണ്ട, അതിൻ്റെ കമ്പിയിൽ ഒരു കാല് നിൽക്കണണ്ട, കണ്ടില്ലേ? ഇതേ ഇവിടെ ഒരെണ്ണം കാല് ചെരിഞ്ഞ് കിടക്കണം, അതിൻ്റെ കമ്പികൾ അവിടെ ഉണ്ട്. കമ്പി അവിടെ ഉണ്ട്, പക്ഷേ പൊട്ടി കിടക്കാണ്. അപ്പോൾ ആന പോണ സ്ഥിരം റൂട്ടാണ്. ഇവിടേക്ക് നേറുമാടം കെട്ടിയിട്ടുണ്ട്, കാണാൻ നല്ല രസമായിരിക്കും. രാത്രി സ്റ്റേയും കൊടുക്കണം. കുറുക്കുണ്ടാവും, കുറുക്കത്തി ഉണ്ടാവും. നോക്കിയിട്ട് ഒരു മരം റിങ് പോലെ നിൽക്കണത് കണ്ടു നിൽക്കാൻ നേരില്ല എന്നുള്ളൂ, ആൾ ഓടിക്കൊണ്ടിരിക്കുക. സ്പ്രൈറ്റ് കഴിഞ്ഞാ നടക്ക്. അവിടെ ഒരു കിളി വന്നിരിക്കുന്നുണ്ട്. കുഞ്ഞി കിളി കേട്ടാ, പറക്കാൻ വേണ്ടിയിട്ടാന്നുണ്ട്. മൈനക്കുട്ടിയല്ലേ ഇത്? മൈന കൂടിപ്പോയി. എവിടെ പോയി? ഈ മൈനക്കുട്ടീനെ കിട്ടാവോ? എന്തൊരു സാധനം ഞാൻ കണ്ടില്ലേ? ഇതാണോ വേഴാമ്പല്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ വേഴാമ്പല്. വേഴാമ്പലിനെ നീ കണ്ടണ്ട? വേറെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതല്ല കേട്ടാ, കല്യാണം കഴിഞ്ഞതല്ല. ഏയ് വേണ്ട 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 വേണ്ട, ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ കയറ്റി. അതെ അതെ, ആ സ്റ്റൂളിട്ടോളം വരെ ഇവിടെ ഈ വഴിയുള്ളൂ. റെസ്റ്റ് എടുക്കാം 2 മിനിറ്റ്. ഇല്ലല്ലേ? അന്ന് പിന്നെ കുഴപ്പമില്ല.
കിളികളുണ്ട് കേട്ടോ. നമ്മൾ വീടുകളുടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാത്ത കിളികളുണ്ട്. നമ്മൾ ഇനിയും പ്രവേശിച്ചിട്ടില്ലേ മഹാഗണി തോട്ടത്തിലേക്ക് പോകാൻ പോകണല്ലോ. അപ്പോൾ ആ വഴിയോ? ആ വഴി എന്ത് വഴി? ചെറിയ വഴി. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴികളൊക്കെ ഇട്ടേക്കണത് ആൾക്കാർ വൃത്തിയുള്ള വഴിക്ക് പോകണത് എന്താണെന്ന് വെച്ചാൽ അതിൽ നടക്കാൻ എളുപ്പമുണ്ട്. കണ്ടോ, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. വേണ്ട, മഹാഗണി തോട്ടത്തിലേക്ക് ഞങ്ങൾ മന്ദം മന്ദം കയറി വരുന്നു. ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ ഈ വേരുകൾ. ശരിക്കും മഴക്കാലത്താണ് ഇത്രയും കൂടി ഭംഗി വരാൻ തോന്നുന്നു. ശരിക്കൊരു ഹോൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ സ്ഥലത്ത് ഇരിക്കാം. നോക്കിട്ടേ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കൊക്കെ അവരുടെ വന്ന വഴിയിലെ ഒരു വീഡിയോസ് എപ്പോഴും എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു വെറൈറ്റി മരങ്ങളാണ്. എന്തിട്ട് സംഭവം ഇത്? ഈട്ടി അങ്ങനെയാണോ? ആ, നിറയെ വര വീണത് ഈട്ടിയാവും. കരിവീട്ടി അങ്ങനെയുള്ള മരങ്ങളാവും. ഫുള്ള് മുകളിലേക്ക് ഇങ്ങനെ വരയായിട്ട് പോയിട്ടുണ്ട്. ഈട്ടിയാവാനാ ചാൻസ്. എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു ഐഡിയ പറയണതാണ്. കറക്റ്റ് ഇതിൻ്റെ പേരറിയണവർ കമൻ്റ് ഇട്ടോളൂ. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല ഇതെന്താണ്. കാണാനൊരു ഭംഗിയുണ്ട്, നിറയെ വരകളായിട്ട് മരം, വലിയ മരമാണ്. ഇതിൻ്റെ ഇടയിൽ എർത്ത് കമ്പികളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത് അന്തസ്സായിട്ട് പൊട്ടിച്ചിട്ടുമുണ്ട്. എർത്ത് കമ്പി ഉണ്ട് എന്നുള്ള ധൈര്യം നമുക്ക് വേണ്ട, അതൊന്നും സ്ട്രോങ് അല്ല, അതൊക്കെ പൊട്ടി കിടക്കുക. അപ്പോൾ ആനകളൊക്കെ വിരഹ കേന്ദ്രം തന്നെയാണ്, ഒരു സംശയവുമില്ല. പിന്നെ ഓരോരുത്തരുടെ തലയിൽ ഓരോ വിധികളുണ്ട്. അവിടെ നിൽക്കും മാഡം, നീ വന്ന വഴി കേട്ടോ. നല്ല സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. കിളികളുണ്ട്, കിളികൾ ഇഷ്ടം പോലെ ഉണ്ട്. നിബിഡമായ വനം. ഞാൻ ഭരണപ്പെടുത്തേണ്ടി വരും, അന്നേരം ഇങ്ങനെ തന്നെ തിരിഞ്ഞു. ആ മരത്തിൻ്റെ ചെറിയ മരം, അല്ലാണ്ട് അതന്നെ എന്ന് പറയരുത്. ആ മരത്തിന് ഇപ്പോഴും ഒരു പ്രത്യേക അഴകാണ്. അവിടെ നോക്കിയാലൊരു ഭംഗിയുണ്ട്. ഇതിന് അഴകില്ല എന്നല്ല പറയണത്. കണ്ണൂരിനൊക്കെ ആള് പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തില്ല. അതിൻ്റെ മുഖം നോക്കി നല്ല ഉപാധി കേട്ടാ. നമ്മളല്ലാതെ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണം. നടക്കില്ല. ഈ മരം കണ്ട പറഞ്ഞ ഓപ്പോസിറ്റ് പറയും വേഗം. ഓക്കെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ വീഡിയോ ആണ് കേട്ടോ. മഹാഗണി തോട്ടം ആനയ്ക്കുള്ള ഏരിയയാണ്. ഭാഗ്യം പോലെ ഇരിക്കും. ഞങ്ങൾ പകുതിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടക്കണത്. വലിയ മരങ്ങളുണ്ട്, ഇടത്തോർന്ന് നിൽക്കുന്നുണ്ട് മരങ്ങൾ. നടന്ന് വയർത്തു, അത് വേറെ കാര്യം. എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട് ഇടയ്ക്ക്, അത് കാരണം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നിബിഡമായ വനം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും എന്നാലും തിങ്ങി നിറഞ്ഞ് നിൽക്കണ മരം തന്നെയാണ്. തണലാണ് നിൽക്കണ ഏരിയയിൽ. കണ്ട
ഞങ്ങൾ നിൽക്കുന്നിടത്തും തണൽ തന്നെയാണ്. വേണ്ട അതിലേക്കും വഴിയുണ്ട്, പക്ഷേ അവിടെ കമ്പികൾ പൊട്ടിച്ചിട്ടേക്കാം. ഒരു മിനിറ്റ് അവിടെ കേട്ടാ, നമ്മൾ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കും കയറിപ്പോവും. കാരണം കാടൊക്കെ നമ്മൾ എത്ര കണ്ടേക്കണേ. ആൾക്ക് പേടി കൂടുതലില്ല. എനിക്ക് പേടിയില്ല എന്നല്ല, മനുഷ്യന്മാരല്ലേ. ശരിക്കും ആ വഴിക്ക് വന്ന് ഈ വഴിക്ക് വന്നേനെ. കൂടെയുള്ള ആൾക്ക് പേടിയായിരുന്നു, എന്നെ പിന്തിരിപ്പിച്ചു. ഇവിടെ കമ്പിൻ്റെ മലവെള്ളം പായണ വഴി കണ്ട. ഇവിടെ കമ്പി സ്ട്രോങ് ആട്ടോ. എർത്ത് കമ്പി ആ ഏരിയയിലൊന്നും കമ്പിയില്ല കേട്ടോ. ഈ ഏരിയയിൽ കൂടെ ആനയ്ക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുണ്ടും കുഴിയും പോലെയാണ് കണ്ട. ആ ഏരിയ എന്ന് പറഞ്ഞാൽ സമചതുരാണ്, കയറി വരാൻ എളുപ്പമാണ്. ഇതൊരു കുഴി നിറഞ്ഞ പോലത്തെ സ്ഥലമാണ് കണ്ട. അങ്ങോട്ട് ഒരു ചായ്വാണ് ശരിക്കും. അപ്പോൾ അതിലെ മൃഗങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ, ആന കയറി വരാൻ ചാൻസ് കുറവാണ്. ആരെന്തൊക്കെ പുതിയ വേലിന് അവിടെ പുതിയ തന്നെയാണ്, പക്ഷേ അതൊക്കെ പൊട്ടിച്ചിട്ടേക്കാം. അപ്പോൾ അതിലെ പാസിങ് ഉണ്ട്, ഇതിലെ പാസിങ് ഇല്ല. കാരണം ഇതിലെ വരാൻ എളുപ്പമല്ല. വേണ്ട നല്ല അടിയിൽ പുഴയുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഇനി പുഴയിലേക്ക് പോകണ വഴീന് കൂടെ വന്ന ആൾക്ക് ധൈര്യമില്ല. ആളവിടെ ഇരിപ്പായി. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ തോട്ടൊക്കെയും കാണുന്നുണ്ട്. സംഭവം ഇവിടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഹൈറ്റ് കൂടുതലാണ്. കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ എളുപ്പമല്ല. മനസ്സിലായി? നമ്മൾ നേരത്തെ പോയ സ്ഥലമില്ലേ, ഞാൻ പൊട്ടി കിടക്കണമെന്ന് പറഞ്ഞ സ്ഥലം, അവിടെ എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലമാണ്, മൃഗങ്ങൾക്ക് വരാൻ എളുപ്പമാണ്. ഇത് കൊണ്ടും കുഴിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും കയറി വരില്ല. ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സ്റ്റേഡിയം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കാടാവുമ്പോൾ ചെറിയ പ്രാണികളുടെ ശല്യവും ഒക്കെ ഉണ്ട്. വേണ്ട ആ ഏരിയയിലേക്കും കമ്പി സ്ട്രോങ്ങാണ്. കാരണം നിരപ്പായ റോഡല്ല കണ്ട. ഈ വഴിക്കേക്ക് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ, പക്ഷേ നിരപ്പായ റോഡല്ല. എടേ വാ, മരങ്ങൾ മാത്രം. മൃഗങ്ങളൊക്കെ ഉണ്ട്, അത് എവിടെയാണെന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് പോകണത് ശരിക്കും ഫോറസ്റ്റ് ഏരിയ. അതിലേക്ക് എത്തിയാലേ വേറെ വഴിക്ക് കിടക്കാം. വാ, ഇതേപോലെ ഇതിലെ വഴിയുണ്ട് മോളെ. നേരല്ലേ ആ സൈഡിൽ കൂടെയാണ് വഴി. പിന്നെ കാട് കാണാൻ വരുന്നത് എന്തിനാ? മനുഷ്യന്മാർ പോണ വഴിക്ക് പോകണമെങ്കിൽ കാട് കാണാൻ വരുന്ന. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാഹസികമായ രീതിയിൽ നമ്മൾ ഇറങ്ങി എന്നുള്ളത് കാണണ്ട. നീ അവിടെ വെക്കട്ടാ. ഇനിയിപ്പോൾ വന്നിട്ട് വഴിയില്ലെങ്കിൽ പണിയാവണ്ട. വേറെ വഴിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പറയണത്. വേടാ വേടാ അടിപൊളിയായിട്ട് വരാൻ പറ്റും.
രണ്ടുപേരും അവിടെ ഇരിക്കുകയും ചെയ്യും. വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള വഴിക്കല്ലേ വരേണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് വേണ്ട. ഇത് 2 ദിവസം മുന്നേ ഇവിടെ മഴ പെയ്തിട്ടുള്ളൂ. എൻ്റെ അമ്മേ എന്തുട്ടാ വലിപ്പം മരത്തിൻ്റെ. വാ ഞാനത് അവിടെ നിന്ന് കണ്ടു. ആ മരം നോക്കി ഒരു മരം നല്ല വലിപ്പമുള്ള മരം. ഓ അപ്പോൾ നിങ്ങളെ അതിലെത്തിയ എടാ അതാ വഴിയാ. ഈ മരം നോക്കി നീ 1.5 മരാട്ടാ. അതിൻ്റെ വീട് പിടിച്ചേ. വാ എടാ ആ വഴിക്ക് പോവാം. നീ ധൈര്യമായിട്ട് പൊക്കോ. പിടി വലിയൊരു മരം കണ്ടപ്പോൾ നിർത്തിയതാട്ടാ. ഹലോ, മരത്തമ്മ കാണാൻ പോണോ? അതിസാഹസികമായ പ്രവർത്തനങ്ങൾ. അതിനുള്ളിൽ എന്തെങ്കിലും കയറിയിരുന്ന് അറിയില്ലട്ടാ. ഇത് നമ്മള് വണ്ണം കുറവുണ്ടെങ്കിൽ ഒന്നും കയറിയാനല്ലേ. ഇത് വലിയ ഇതായി പോയില്ലോ. ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ എടുക്കാം.